16ാം കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ദിശാബോധവും ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണ് സാർ. കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ബഡ്ജറ്റിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിന് കാരണം എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മറന്നാണ് കേരളത്തിലെ ജനങ്ങൾ 100ലധികം സീറ്റോടുകൂടി ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിച്ചത്. സാർ, ഈ ബഡ്ജറ്റ് ഒരു സ്മാർട്ട് ബഡ്ജറ്റാണ്. ഒരു സ്മാർട്ട് കേരളത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് സാർ. സ്മാർട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു സസ്റ്റൈനബിൾ, ഒരു മോഡേൺ, അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ബഡ്ജറ്റാണ് സാർ. ബൈബിളിൽ ഒരു ആപ്തവാക്യമുണ്ട്: എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. സാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയാണ് സാർ. കാരണം എളിയവരെ ആദരിച്ച ഒരു ബഡ്ജറ്റാണ്. ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച ഒരു ബഡ്ജറ്റാണ്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇവിടെ പ്രഖ്യാപിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടക്കം ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട റബ്ബർ കർഷകരെ ഉൾപ്പെടെ കരുതിയ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് ഇട നൽകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലമായ തിരുവല്ല നിയോജകമണ്ഡലത്തിലെ കായിക പ്രേമികളുടെ സ്വപ്നമാണ് സാർ നിലവിലുള്ള തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ വികസനം. ആ സ്റ്റേഡിയ വികസനത്തിൻ്റെ ഭാഗമായി ഒന്നാം ഘട്ടമായി 5 കോടി രൂപ അനുവദിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എൻ്റെ നാടിൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് സാർ. ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ ബഡ്ജറ്റ് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് സാർ. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ കരിക്കുലം ഉറച്ചു വാർത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ തന്നെ തൊഴിൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലെ പുളിക്കീഴ് പമ്പ റിവർ ഫാക്ടറി വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഫാക്ടറി നിലച്ചിട്ട് വർഷങ്ങളായി സാർ. 100 ഏക്കർ സ്ഥലം പാഴും ശൂന്യമായി കിടക്കുന്നത് ഒരു IT ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ സ്ഥാപിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം ബഡ്ജറ്റിലത് ഉൾക്കൊള്ളിച്ചതിലുള്ള നന്ദി അറിയിക്കുകയും എത്രയും വേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലം തിരുവല്ല 2 താലൂക്കുകൾ ചേരുന്നതാണ് സാർ, തിരുവല്ലയും മല്ലപ്പള്ളിയും സാർ. പഴയ കല്ലൂപ്പാറ നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് മല്ലപ്പള്ളി. മല്ലപ്പള്ളി 6 പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് സാർ. മണിമലയാറും പമ്പയാറും മല്ലപ്പള്ളിയെ തൊട്ടുപോകുന്നു. ഒട്ടനവധി അപകടങ്ങൾ, ആറ്റിൽ വിദ്യാർത്ഥികളടക്കം മുങ്ങി മരിക്കുന്നത് ഉൾപ്പെടെയുണ്ട് സാർ. അവരുടെ ഒരു പദ്ധതിയാണ് മല്ലപ്പള്ളിയിൽ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മല്ലപ്പള്ളി ഫയർ സ്റ്റേഷൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അതിനാവശ്യമായ മുഴുവൻ തുകയും അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സാർ ഞങ്ങളുടെ നാട്ടിലെ ശുദ്ധജല പ്രശ്നം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സാർ ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മല്ലപ്പള്ളി ആനിക്കാട് കോട്ടാങ്ങൽ ശുദ്ധജല പദ്ധതി. എൻ്റെ നേതാവ് ശ്രീ PJ ജോസഫ് സാർ എന്ന ജലവിഭവ മന്ത്രിയാണ് സാർ. ഇന്നും ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെ പ്രധാനപ്പെട്ട കടന്നു പോകുന്ന 2 പ്രധാന റോഡുകളാണ് സാർ. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡും തിരുവല്ല പന്നായി തേവരി റോഡും സാർ. 10 വർഷമായി ഈ പ്രധാന റോഡുകൾക്ക് ഒരു മെയിൻ്റനൻസും നടക്കുന്നില്ല സാർ. അതിനാവശ്യമായ തുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളെ പരിചരിക്കുന്നതിനും പൈതൃകം നിലനിർത്തുന്നതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ. എൻ്റെ നാട്ടിലെ ശ്രീവല്ലഭ ക്ഷേത്രം ഞങ്ങളുടെ നാടിൻ്റെ വിശ്വാസ ഗോപുരമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ക്ഷേത്ര പരിചരണത്തിൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. കമ്മ്യൂണിസം ലോകത്ത് തകർക്കപ്പെട്ട തത്വസംഹിതയും വെറുക്കപ്പെട്ട വിശ്വാസ പ്രമാണമാണ്. എന്നിട്ടും പ്രിയപ്പെട്ട രവീന്ദ്രൻ മാഷെ പോലുള്ള വലിയ അധ്യാപകർ ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രസംഗം നടത്തിയത് സാർ. കമ്മ്യൂണിസത്തിൻ്റെ കാലം കഴിഞ്ഞ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ആശയങ്ങൾ ഈ നാടിനെ പുതുയുഗത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ് സാർ. ഈ ബഡ്ജറ്റിനെ സർവാത്മന പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.